ഈ അങ്കിളാണ് നമ്മളെ ഹൈവേന്ന് കൊണ്ടുപോയി ആളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം തന്നിട്ടാ. അങ്കിൾ ഏകദേശം 70 വയസ്സോളം പ്രായമുണ്ട്. 70 കഴിഞ്ഞില്ല, 75 വയസ്സൊക്കെ ഉണ്ടെന്ന് തോന്നും. അന്നേരം നമുക്ക് ഭാഷ അറിഞ്ഞില്ല, പക്ഷെ എന്നാലും അങ്കിൾ സപ്പോർട്ടിങ് കണ്ട. ആളിപ്പോൾ കൃഷി ചെയ്യാൻ ആളെ സ്ഥലത്തേക്ക് പോയോണ്ട് കണ്ടാ. ആളാ സൈക്കിളിൽ കഷ്ടപ്പെട്ട് പാവം. സ്നേഹതാണ്, സ്നേഹം. അപ്പോൾ കടികളെ, ഞാൻ അങ്കിളിൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചെന്ന് പറയുമ്പോൾ ചപ്പാത്തി, തൈര്, ചീരയും പയറും തോരൻ വെച്ചതും മാങ്ങയും ഇത് കഴിച്ചു വയറിനറിഞ്ഞപ്പോൾ ആൻറ്റി വന്നിട്ട് ഒരു പിടി ചോറ് തന്നു. ആ ചോറിൽ വന്നിട്ട് പാലൊഴിച്ചു. ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ട് ഇങ്ങനെയൊന്നും തൈരും പാലും ചോറും എല്ലാം മിക്സ് ആയിട്ട് പെടാം. എന്ത് ടേസ്റ്റാണെന്ന് അറിയൂ. അതെല്ലാം കഴിച്ചിട്ട് ബെല്ലയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡായിരുന്നു പാലും ചോറും. അതൊരു പാത്രം നിറച്ച് കൊടുത്തു. അത് മൊത്തം കഴിച്ച ആൾ ഉഷാറായിട്ടിരിക്കുക. ഞാനിപ്പോൾ നിൽക്കേണ്ടതെന്ന് അറിയോ, സ്വർണ്ണത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാരുടെ സ്വർണ്ണമാണ് ഈ ബാക്കിൽ ഉഴുതിട്ടിരിക്കുന്ന ഈ മണ്ണ്. അപ്പോൾ സ്വർണ്ണത്തിൻ്റെ കാഴ്ച കൊണ്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ചോളം ബാക്കിൽ കാണുന്നതെല്ലാം ചോളം. അടുത്ത് എന്തോ വേറെ കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ സെറ്റാക്കി ഇട്ടേക്കണ സ്ഥലമാണിട്ടത്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണമാണ്, കൃഷിക്കാരുടെ സ്വർണ്ണം എന്ന് പറഞ്ഞ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അടിപൊളി കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് യാത്ര മുന്നോട്ട് പോകാം. കാരണം സമയം 3 മണിയായി. പിന്നെ നല്ല ആകാശം കണ്ട, ഫുള്ള് കറുത്ത് എടുക്കുക. എപ്പോൾ വേണമെങ്കിൽ മഴ പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയും അടുത്ത് നിൽക്കാനുള്ള സ്ഥലം തപ്പി നമ്മൾ യാത്ര മുന്നോട്ട് പോകണം. എന്തായാലും ദൈവം നമ്മൾ കൈവിടില്ല, ബാക്കി വീട്ടിൽ കാണാം. ഓ എന്നാ ലുക്കാൻ നോക്ക്. നമ്മുടെ നാട്ടിലൊക്കെയും കിട്ടുമേ. നമ്മുടെ നാട്ടിൽ നെൽപ്പാടത്തിന് ഏറ്റവും ഏക്കണക്കിന് സ്ഥലത്താണ് ഇവിടെ ചോളം. എന്തായാലും മണ്ണാണ് സ്വർണ്ണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മണ്ണില്ലെങ്കിൽ നമുക്ക് പട്ടിണി എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പോവാം അല്ലേ? നമ്മളെ പോവല്ലേ കടികളെ? അപ്പോൾ ഏകദേശം 40 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് വന്നു. ഇനി 32 കിലോമീറ്റർ ഉണ്ട് മഹാരാഷ്ട്ര ബോർഡറിലേക്ക്. ഇപ്പോൾ സമയം 3:45. കണ്ടില്ല, ആകാശമെല്ലാം കറുത്തു, നല്ല കാറ്റാണ്. സൈക്കിൾ ഇരിക്കുമ്പോൾ പതാക പറഞ്ഞാണ്, നല്ല കാറ്റാണ്. അപ്പം ഇനി ഇത് 6 വരിപ്പാത ആയതുകൊണ്ട് നമുക്ക് മഴ പെയ്താലും കയറിക്കാനും സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് ചെറിയ കട്ടിങ് കണ്ട സൈഡിലേക്കുള്ളത്. അപ്പോൾ ആ റോഡിൽ കയറിയിട്ട് നമ്മൾ ഇനി യാത്ര എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് നിൽക്കുന്ന സ്ഥലമാണ്. നല്ല കാറ്റാണ്, കാറ്റ് കാർമേഘാണ്. ബാക്കിൽ കണ്ട കറുത്തു ആകാശമെല്ലാം. അപ്പം ഇതിനെ നമുക്ക് നോക്കട്ടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കിട്ടുമെന്നുള്ളത്. കാരണം ഈ നമുക്ക് ഈ 32 കിലോമീറ്റർ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം അത്രയും ലോഡ സൈക്കിളുമല്ലേ. അപ്പം ശരി, പോയി നോക്കാം.